ഇറാനുമായി നിലവിലുള്ള വെടിനിർത്തൽ അങ്ങേയറ്റം ദുർബലവും ഏത് സമയവും അവസാനിക്കുന്നതുമാണെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൌസിൽ വിളിച്ചു ചേർത്ത ഉന്നതതല യോഗം ആക്രമണം പുനരാരംഭിക്കുന്നതുൾപ്പെടെ എല്ലാ സാധ്യതയും ചർച്ച ചെയ്തെന്ന് യുഎസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇറാൻ തകർന്നിരിക്കെ ഒരു കരാറിനുള്ള സാധ്യത ഉറപ്പാക്കാൻ സമ്മർദ്ദം തുടരുമെന്ന് ട്രംപ് പ്രതികരിച്ചു. എന്നാൽ രാജ്യത്തിന് നേർക്കുള്ള ഏതൊരു നീക്കവും ശക്തമായി ചെറുക്കുമെന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ വ്യക്തമാക്കി. അതിനിടെ ട്രംപിന്റെ ചൈന സന്ദർശനം മറ്റന്നാൾ ആരംഭിക്കും. പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി ചർച്ചയിൽ ഇറാൻ വിഷയം മുഖ്യമാകുമെന്ന് വൈറ്റ് ഹൌസ് പ്രതികരിച്ചു. പശ്ചിമേഷ്യ ഭീതിയുടെ മുൾമുനയിലേക്ക് തള്ളിവിട്ട ഇറാൻ യുദ്ധത്തിൽ അമേരിക്കയ്ക്ക് വ്യക്തമായ സൈനിക പദ്ധതികളോ മുൻതൂക്കമോ ഇല്ലെന്ന് ഡെമോക്രാറ്റിക് സെനറ്റർ റിപ്പോർട്ടുകൾ പുറത്തുവിടുന്നു. യുദ്ധം 2 മാസം പിന്നിട്ടപ്പോഴേക്കും അമേരിക്ക നിരായുധരായിക്കൊണ്ടിരിക്കുകയാണെന്നും നീണ്ടുപോകുന്നത് മറ്റ് ശത്രുക്കളെ പ്രതിരോധിക്കാനുള്ള അമേരിക്കയുടെ കഴിവിനെ ദുർബലപ്പെടുത്തുമെന്നും റിപ്പോർട്ടുകളുണ്ട്. CBS ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് ട്രംപിന്റെ വിദേശ നയങ്ങളെ രൂക്ഷമായി വിമർശിച്ച് ഡെമോക്രാറ്റിക് സെനറ്റർ രംഗത്തെത്തിയത്. നിലവിലെ പ്രതിസന്ധികൾക്കിടെ തായ്വാനെതിരെ ചൈന നീങ്ങിയാൽ അവരെ പ്രതിരോധിക്കാൻ അമേരിക്കയ്ക്ക് സാധിക്കില്ലെന്നും ഈ യുദ്ധം നമ്മെ കൂടുതൽ അശക്തരാക്കുമെന്നും മുന്നറിയിപ്പ് നൽകി. യുഎസിന്റെ അത്യാധുനിക ആയുധങ്ങൾ തീർന്നുകൊണ്ടിരിക്കുന്നത് ആശങ്കയ്ക്ക് ഇടയാക്കിയിട്ടുണ്ടെന്നും ആയുധശേഖരം പഴയപടിയാക്കാൻ കാലതാമസമെടുക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. തുടങ്ങിവച്ച യുദ്ധങ്ങൾ എത്ര കാലം നീണ്ടു നിൽക്കുന്നുവെന്നതിലാണ് കാര്യം. സംഘർഷങ്ങളെല്ലാം ദിവസങ്ങളോ ആഴ്ചകളോ മാത്രം നീണ്ടു നിൽക്കുന്നതെന്നാണ് അധിക പേരുടെയും ധാരണ. എങ്ങനെയാണ് നാം ശീലിച്ചിട്ടുള്ളത്? എന്നാൽ യുദ്ധങ്ങൾ മാസങ്ങളോ വർഷങ്ങളോ നീണ്ടുപോയാലോ അത് രാഷ്ട്രത്തിന്റെ സകല മേഖലകളെയും ദോഷകരമായി ബാധിക്കും. ഇറാൻ യുദ്ധം നീണ്ടുപോകുന്നത് നമ്മെ നിലവിലുള്ളതിലും ഭീകരമായ സാഹചര്യങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. നീണ്ടുപോകുന്ന ഈ യുദ്ധത്തിൽ അമേരിക്കൻ ജനതയ്ക്ക് എന്ത് നേട്ടമാണ് ഉണ്ടാകുന്നത്? പുതിയ യുദ്ധങ്ങളിലേക്കില്ലെന്നാണ് പ്രസിഡന്റ് പറയുന്നത്. നാശനഷ്ടങ്ങളെല്ലാം നികത്തുമെന്നാണ് അദ്ദേഹത്തിന്റെ അവകാശവാദം. എന്നാൽ നേരെ തിരിച്ചാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനം. ഇറാനെതിരായ യുദ്ധം കാര്യങ്ങളെല്ലാം തകിടം മറിച്ചിരിക്കുന്നുവെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. അടുത്തിടെ നടന്ന പോളിംഗ് ഫലം പ്രകാരം ആഗോള എണ്ണ പ്രതിസന്ധിക്ക് മറ്റനേകം നാശനഷ്ടങ്ങൾക്കും കാരണമായി ഇറാൻ യുദ്ധം തുടരുന്നതിനോട് ഒട്ടുമിക്ക അമേരിക്കക്കാർക്കും താല്പര്യമില്ലെന്നാണ് റിപ്പോർട്ടുകൾ. യുദ്ധം ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെ ഇറാൻ ഹോർമൂസ് അടച്ചതോടെ ലോകമൊന്നടങ്കം കനത്ത ഇന്ധന പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തിയിരുന്നു. ഏറ്റവും ഒടുവിലായി സമ്പൂർണ്ണ വെടിനിർത്തലിന് ഇറാൻ കൈമാറിയ സമാധാന നിർദ്ദേശങ്ങൾ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തള്ളുകയും ചെയ്തിട്ടുണ്ട്. ഇറാന്റെ പ്രതികരണം തീർത്തും അസ്വീകാര്യമെന്ന് വിശേഷിപ്പിച്ച ട്രംപ് കഴിഞ്ഞ 47 വർഷമായി ഇറാൻ അമേരിക്കയെ കബളിപ്പിക്കുകയാണെന്നും ഇനിയും അത് അനുവദിക്കില്ലെന്നും വ്യക്തമാക്കി. എന്നാൽ ഹോർമൂസ് കടലിടുക്കിൽ കുടുങ്ങിക്കിടക്കുന്ന കപ്പലുകളെ മോചിപ്പിക്കുന്നതിന് അന്താരാഷ്ട്ര തലത്തിൽ അടിയന്തര ഇടപെടൽ വേണമെന്ന് ഒമാൻ വിദേശകാര്യമന്ത്രി വ്യക്തമാക്കി. അന്താരാഷ്ട്ര മാരിടൈം ഓർഗനൈസേഷൻ മേധാവിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ഹോർമൂസ് കടലിടുക്കിലെ നിലവിലെ വെല്ലുവിളികളും അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിക്കേണ്ടതിന്റെ ആവശ്യകതയും കൂടിക്കാഴ്ചയിൽ പ്രധാന ചർച്ചാ വിഷയമായി. കടലിടുക്കിലൂടെയുള്ള സുരക്ഷിതമായ യാത്ര ഉറപ്പാക്കാനും ഗൾഫ് മേഖലയിൽ തടഞ്ഞുവച്ചിരിക്കുന്ന കപ്പലുകളെ മാനുഷിക പരിഗണനയോടെ മോചിപ്പിക്കാനും തീരദേശ രാജ്യങ്ങളുടെ സഹകരണത്തോടെയുള്ള ഒരു സംയുക്ത നീക്കം അത്യന്താപേക്ഷിതമാണെന്ന് അദ്ദേഹം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ പറഞ്ഞു. പ്രാദേശിക ജല അതിർത്തികളുടെ പരമാധികാരത്തെ മാനിച്ചുകൊണ്ടും രാജ്യാന്തര സമുദ്ര നിയമങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ടും മാത്രമേ ഈ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ സാധിക്കൂവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അമേരിക്കയും ഇസ്രയേലും ഇറാനെതിരെ 10 ആഴ്ചകൾക്ക് മുൻപ് യുദ്ധം ആരംഭിച്ചതിന് പിന്നാലെയാണ് ഹോർമൂസ് കടലിടുക്കിന് മേൽ തങ്ങളുടെ പരമാധികാരം ഉറപ്പിക്കാനായി ടെഹ്റാൻ ഈ ഗതാഗത പാത ഭാഗികമായി തടഞ്ഞത്. ഇറാനും ഒമാനും ഇടയിലുള്ള ഈ തന്ത്രപ്രധാനമായ കപ്പൽ പാത വഴിയാണ് സൗദി അറേബ്യ, കുവൈറ്റ് തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള ആഗോള എണ്ണ കയറ്റുമതിയുടെ വലിയൊരു ഭാഗവും കടന്നുപോകുന്നത്. ഈ പാത തടസ്സപ്പെട്ടത് ആഗോള വിപണിയിൽ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് ഒമാന്റെ ഭാഗത്തു നിന്നുള്ള ഈ നിർണായക നീക്കം. അതേസമയം അമേരിക്കയും ഇറാനും തമ്മിൽ നിലവിലുള്ള വെടിനിർത്തൽ കരാർ അതീവ ഗുരുതരാവസ്ഥയിലാണെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. 1 മാസം പിന്നിട്ട വെടിനിർത്തൽ നിലവിൽ വെന്റിലേറ്ററിലാണെന്നും ഏത് നിമിഷവും തകരാറാവുന്ന അത്രയും ദുർബലമാണെന്നും അദ്ദേഹം ഓവൽ ഓഫീസിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. യുദ്ധം അവസാനിപ്പിക്കാനും ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കാനുമായി ഇറാൻ ഞായറാഴ്ച സമർപ്പിച്ച നിർദ്ദേശങ്ങൾ ട്രംപ് തള്ളിക്കളഞ്ഞിരുന്നു. ഈ നിർദ്ദേശത്തെ തികച്ചും അസ്വീകാര്യമെന്നും അനാവശ്യമായ ഒന്നെന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.